പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. പ്ലസ് ടു തുല്യതയുടെ മലയാളത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 2025 ജൂലൈയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 3 ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഉപന്യാസ ചോദ്യങ്ങളാണ് ആദ്യത്തേത്. 27 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതണം. 27ാമത്തെ ചോദ്യം: സ്നേഹവാത്സല്യങ്ങളുടെ നഷ്ടപ്പെടുകളെക്കുറിച്ചുള്ള ആദിയാണോ പെങ്ങൾ എന്ന കവിത നൽകുന്ന സന്ദേശം? നിരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മലയാള കവിതയിൽ കാൽപ്പനികതയുടെ നവഭാവുകത്വം സൃഷ്ടിച്ച കവിയാണ് ONV കുറുപ്പ്. ആധുനിക കവികളിൽ പ്രമുഖനാണ് ONV കുറുപ്പ്. ചലച്ചിത്രഗാന രചയിതാവ് എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനാണ്. മയിൽപ്പീലി, വളപ്പൊട്ടുകൾ, ഒരു തുള്ളി വെളിച്ചം, നീലക്കണ്ണുകൾ, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൂമിക്കൊരു ചരമഗീതം, അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഉപ്പ് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്രഗാന രചനയ്ക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അവാർഡുകൾ കരസ്ഥമാക്കി. പത്മഭൂഷൺ, ജ്ഞാനപീഠം മുതലായ വിശിഷ്ട ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ് പെങ്ങൾ. കവിയുടെ അവ്യക്തമായ ചില ഓർമ്മകളിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. എൻ്റെ കൈത്തണ്ടിൽ ഈ രാഗിച്ചിരട് ബന്ധിച്ച് നീ അല്പനേരം മിണ്ടാതെ നിന്നുവോ? പിന്തിരിഞ്ഞ് എങ്ങോട്ട് നടന്നുവോ? നിന്റെ കണ്ണീർ വീണ സ്ഥലങ്ങൾ നീറിപ്പുകഞ്ഞുവോ? നീ ആരാണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. നീ നിൻ്റെ പേര് പോലും പറഞ്ഞില്ല. എങ്കിലും വല്ലായ്മയാർന്ന നിൻ്റെ നിൽപ്പും ആ മൗനവും, കണ്ണീർ അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ദുഃഖവും, എൻ്റെ കയ്യിൽ നീ ബന്ധിച്ച രാഗിച്ചരടുമെല്ലാം നീ എൻ്റെ പെങ്ങൾ തന്നെയാണെന്ന് പറയാതെ പറയുകയാണ്. ആ പെൺകുട്ടിയുടെ മൗനം, കണ്ണുനീർ വീണുകൊണ്ടിരുന്ന ആ ദുഃഖവും എല്ലാം, ആ കയ്യിൽ കെട്ടിത്തന്ന ആ രാഗിച്ചരടും ആ പെൺകുട്ടി തൻ്റെ പെങ്ങളാണ് എന്ന് കവിയോട് പറയാതെ പറയുകയാണ്. നീ എൻ്റെ കൂടെ പിറപ്പാണെങ്കിൽ, നമ്മൾ ഒരേ രക്തമാണെങ്കിൽ, നിൻ്റെ ദുഃഖങ്ങൾ എൻ്റേതുമാണ്. നീ എൻ്റെ കൂടെ പിറപ്പാണെങ്കിൽ, നമ്മളുടെ രക്തം ഒന്നു തന്നെയാണെങ്കിൽ, നിൻ്റെ ദുഃഖങ്ങൾ എൻ്റേതുമാണ്. നിൻ്റെ മാനാഭിമാനങ്ങളിൽ എനിക്കും പങ്കുണ്ട്. ആ നീരിൻ്റെ അഗ്നിസ്ഫുലിംഗം എൻ്റെ ഹൃദയത്തിൽ തെറിച്ചു വീണിരിക്കുന്നു. നിശബ്ദ ദുഃഖവും പേറി പടിയിറങ്ങുന്ന നിൻ്റെ മൗനം എൻ്റെ മനസ്സിൻ്റെ സന്ധികളിൽ തട്ടിത്തകരുന്ന സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു. ചിതറിയ ചിന്തകളിൽ തെറിച്ചു വീണ അക്ഷരങ്ങളിൽ കവി ആ സത്യം വായിച്ചു. അതെ, എൻ്റെ പെങ്ങളാണവൾ. നിൻ്റെ ദുഃഖങ്ങളും രോക്ഷങ്ങളും നഷ്ടബോധത്തിൻ്റെ ഗതികിട്ടാതലയുന്ന നിസ്സഹായതകളും ഓരോന്നായി വന്ന് എൻ്റെ ഹൃദയത്തിൽ അലയടിക്കുന്നു. അതെ, എൻ്റെ പെങ്ങൾ തന്നെ ഇവൾ. ഗ്യാസിന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചുവന്ന കള്ളക്കഥകളിലൂടെ അവൾ വെറും വാർത്തയായി വിസ്മരിക്കപ്പെടുന്നു. ഗ്യാസിന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചുവെന്ന കള്ളക്കഥകളിലൂടെ സ്ത്രീകൾ വെറും വാർത്തകളായി മാറുന്നു. യാത്രയുടെ ഇടയിൽ ബലാത്കാരത്തിന് ഇരയാവുകയും ഒഴിഞ്ഞ ചായക്കപ്പ് പോലെ വലിച്ചെറിയപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ. ഭർത്താവിൻ്റെ വീട്ടിൽ അകത്തളങ്ങളിൽ ജീവിതം നീറ്റി സതി അനുഷ്ഠിക്കുന്ന എത്രയോ പെങ്ങൾമാർ. ഇളയ കുട്ടികളെ പോറ്റാൻ വേണ്ടി ജീവിതാവസാനം വരെ ചുമടെടുക്കുന്ന എത്രയോ സ്ത്രീകൾ. പല സഹോദരിമാരും അവർക്ക് അഴക് ആപത്തായി മാറുന്നവരാണ്. ചില അമ്മമാരുടെ കാര്യം അതിലും പരിതാപകരമാണ്. മുലപ്പാൽ തിങ്ങി മാറിടം വിങ്ങുമ്പോഴും അവർക്ക് കുഞ്ഞുങ്ങളെ യൂട്ടാൻ സമയം കിട്ടുന്നില്ല. മറ്റുള്ളവർക്ക് കഞ്ഞിക്ക് വക തേടാൻ മടച്ച് വീഴേണ്ടി വരുന്നു. ജീവിതം മഹായജ്ഞമാണ് അവർക്ക്. സ്വന്തം ഇഷ്ടങ്ങളും
സ്വപ്നങ്ങളും ബലിദർഭകളാക്കി അവർ കണ്ണീരോടെ ഹോമിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന തൻ്റെ കുഞ്ഞിനു പോലും മുലപ്പാൽ പോലും കൊടുക്കാൻ സാധിക്കാതെ ജീവിതമൊരു മഹായജ്ഞമാക്കി മാറ്റിയ സ്ത്രീകൾ. പാപം ചെയ്തവരാൽ കല്ലെറിയട്ടെ, നിത്യവും ബന്ധുജനങ്ങളിൽ നിന്നും ഏൽക്കുന്ന ശാപവാക്കുകൾ കേട്ട് കല്ലായി നിർവികാരരായി കഴിയുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൂവായി വിരിഞ്ഞ് പുഴുവിനിരയാകുന്നവർ, ഗൃഹദേവതകളായി സ്ത്രീകോവിലിൽ ജീവപര്യന്തത്തിന് വിധിക്കപ്പെടുന്നവർ, ഇങ്ങനെ എത്രയോ പെങ്ങന്മാർ, മക്കൾ പരസ്പരം തലതല്ലി തെറിപ്പിക്കുന്നതുകൊണ്ട് ഉള്ളിൽ കണ്ണുനീർ ഇറ്റുവീഴ്ത്തുന്ന സ്ത്രീകൾ, ചന്ദനം പോലെ അരഞ്ഞും അകിലുപോലെ പുകഞ്ഞും അന്യർക്ക് സുഗന്ധമായി മാറുന്നവരാണ് നമ്മുടെ പെങ്ങന്മാർ. വന്യനീതിയും വരേണ്യനീതിയും രാജനീതിയുമെല്ലാം അമ്പെയ്തു വീഴ്ത്തുന്നത് അവളെ തന്നെയാണ്. രക്ഷിക്കപ്പെടേണ്ടവരിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെടേണ്ടി വരുന്നവർ. ഈ ഭൂമിയിലൊന്നും രക്ഷയില്ലാഞ്ഞതുകൊണ്ട് ഭൂഗർഭത്തിൽ അഭയം തേടേണ്ടി വരുന്നു. അതെ, എത്രയെത്ര ദുഃഖസ്മൃതികളാണ് എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നത്. പെങ്ങളെ, നീ എൻ്റെ രക്തമാണ്. അമ്മയും ഭാര്യയും മകളും ഭൂമിയും ശക്തിയുമെല്ലാം നീ തന്നെ. എത്രയെത്ര ദുഃഖസ്മൃതികളാണ് കവിയുടെ മുന്നിലേക്ക് എത്തുന്നത്. പെങ്ങളെ, നീ എൻ്റെ രക്തമാണ്. അമ്മയും ഭാര്യയും മകളും ഭൂമിയും ശക്തിയുമെല്ലാം നീ തന്നെയാണ്. ഈ രാഗി ചൂഴ്ന്നെടുത്ത നിൻ്റെ ഞരമ്പാണ്. അതിൽ സ്പർശിക്കുമ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാകുന്നു. അവൾ കെട്ടിത്തന്ന ആ രാഗിച്ചരട് അവളുടെ ചൂഴ്ന്നെടുത്തിട്ടുള്ള ഞരമ്പ് തന്നെയാണ്. അതിൽ സ്പർശിക്കുമ്പോൾ കവിക്ക് അവളെ മനസ്സിലാകുന്നു. നിൻ്റെ ഹൃദയസ്പന്ദനം എനിക്ക് അറിയാൻ കഴിയുന്നു എന്ന് കവി പറയുന്നു. നിൻ്റെ ദുഃഖത്തിൻ്റെ കടൽ കുടിച്ചു വറ്റിച്ച് ശക്തി പുനരുജ്ജീവിപ്പിക്കാൻ എൻ്റെ വാക്കുകൾക്ക് കഴിയട്ടെ. ഭാരത സ്ത്രീകൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളും ദുഃഖങ്ങളുമാണ് പെങ്ങൾ എന്ന കവിതയിൽ കാണാൻ കഴിയുന്നത്. സതി എന്ന ദുരാചാരം നിർത്തലാക്കപ്പെട്ടെങ്കിലും സമാനമായ ദുരിതങ്ങൾ സ്ത്രീകൾ ഇന്നും അനുഭവിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പലപ്പോഴും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. രക്ഷിക്കാൻ കടപ്പെട്ടവനിൽ നിന്നും പലപ്പോഴും ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത്. പതിവ്രതാരത്നമായ സീതയുടെ അഗ്നിപരീക്ഷയിലേക്കും പരിത്യാഗ കഥയിലേക്കുമാണ് രക്ഷിക്കാൻ കടപ്പെട്ടവനിൽ നിന്നും എന്ന വരികളിൽ നിന്ന് മനസ്സിലാകുന്നത്. അമ്മയായും ദേവിയായും ആരാധിക്കപ്പെടുമ്പോഴും സ്ത്രീ ചന്ദനം പോലെ അരയുകയും അകിലുപോലെ പുകയുകയുമാണ്. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് പെങ്ങൾ എന്ന കവിതയിൽ നാം കാണുന്നത്. 28ാമത്തെ ചോദ്യം. സ്ത്രീ സ്വാതന്ത്ര്യം, സുരക്ഷിത ബോധം, സാമൂഹ്യ പദവി തുടങ്ങിയ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കവിതയാണോ കോഴി? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ആധുനിക മലയാള കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. പടയണി സംഗീതം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കും. കവിത, മിശ്രതാളം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, സാമുവൽ ബക്കറ്റിൻ്റെ ഗൈതയെക്കാത്ത്, ഒക്ടോവിയ പാസിൻ്റെ സൂര്യശില എന്നിവ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കടമ്മനിട്ടയും സംഘവും ആരംഭിച്ച ചൊൽക്കാഴ്ച പ്രസ്ഥാനം ആധുനിക കവിതകൾക്ക് വ്യാപകമായ പ്രചാരം നൽകി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുതലായ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കോഴി എന്ന കവിതയിൽ അദ്ദേഹം സ്ത്രീ സ്വാധീകരണത്തിനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം, സാമൂഹ്യ പദവി എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കോഴിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം മാതൃത്വത്തിൻ്റെ മഹനീയതയുടെ കുടുംബമാണ് ആദ്യ വിദ്യാലയം.
അമ്മ ആദ്യ ഗുരുവാണ്. കുടുംബത്തിൽ ശരിയായ പരിശീലനം ലഭിച്ചാൽ പെണ്ണിന് സാമൂഹിക ജീവിതം സുഖകരവും സുരക്ഷിതവുമായിത്തീരും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ചിത്രം കടമനിട്ട ഈ കവിതയിൽ വരച്ചു ചേർക്കുന്നുണ്ട്. തെരുവുകളിൽ പുത്തനുടുപ്പണിഞ്ഞ് ചായം തേച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ വീട്ടിൽ കണ്ണീരിൻ്റെ കരുതേച്ച് കഴിയുന്നു എന്ന വിരോധാഭാസവും കവിത ചർച്ച ചെയ്യുന്നു. ലൈംഗികതയിൽ പോലും പുരുഷൻ നേടുന്ന മേൽക്കോയ്മ ചരിത്രപാഠമാണ്. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ആഹ്വാനം ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഭയം കൂടാതെ ഇടപെടാനും സംവദിക്കാനുമുള്ള സാഹചര്യം സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതാണ്. തനിക്ക് സംഭവിച്ച അബദ്ധം മക്കൾക്ക് സംഭവിക്കാതിരിക്കാനുള്ള തള്ളക്കോഴിയുടെ കരുതൽ ശാക്തീകരണത്തിൻ്റെ ഭാഗമാണ്. അറിവ് ചിറകാണെങ്കിൽ ആ ചിറക് കുഞ്ഞിന് പ്രദാനം ചെയ്യേണ്ടത് അമ്മയാണ്. ചതിയുടെയും വഞ്ചനയുടെയും കച്ചവട സംസ്കാരം ചന്ത തുറന്നുവെച്ച് കാത്തിരിക്കുമ്പോൾ പെണ്ണും സാധാരണക്കാരനും വിധേയത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അഴുക്കുചാലിൽ മെതിക്കപ്പെടുന്നു. ദൗർബല്യം സ്വയം തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നിടത്ത് സ്വാതന്ത്ര്യവും സുരക്ഷയും ജീവിത വിജയവും പ്രാപ്തമാകുന്നു. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും ഈ കവിത സംസാരിക്കുന്നുണ്ട്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും രാജ്യം വിഭാവനം ചെയ്യുന്ന അവകാശത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതാണ്. ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ ഇടപെടൽ ബഹുമാനപൂർവമാകണം. വിശാലമായ ലോകത്ത് അടിസ്ഥാനമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ് എല്ലാവർക്കും ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ കവിതയിലെ കരിനിഴൽ, പട്ടിണി, ദാരിദ്ര്യം, സമ്പദ്ഘടന, കുത്തകകൾ, പുരുഷ മേധാവിത്വം എന്നിങ്ങനെ പലതരത്തിൽ പല ബിംബങ്ങളായി വരുന്നുണ്ട്. മേൽക്കോയ്മയുടെ ലോകത്ത് സാധാരണക്കാരൻ്റെ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ചൂഷണം ചെയ്യുന്നു. മേടയിൽ വാഴുന്ന മാന്യന്മാർക്ക് സാധാരണക്കാരൻ്റെ ജീവിതം വെറും കളിപ്പാട്ടമാണ്. ഈ കവിതയിലെ കരിനിഴലുകൾ ഉയരെടുക്കുന്നവരും ചൂഷകരുമാണ്. കരിനിഴൽ അധികാര ഘടനയുടെയും കടന്നാക്രമങ്ങളുടെയും സൂചനകൾ നൽകുന്നുണ്ട്. കുഞ്ഞിയെ തുള്ളാൻ സമയമില്ല, എക്കാലവും എൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടാമെന്ന് നീ വിചാരിക്കരുത്. കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനോ ജീവിത അവബോധം പകരാനോ ശ്രമിക്കാതെ സ്വന്തം സുഖത്തിൽ അഭിരമിക്കുന്ന അമ്മമാരിൽ നിന്ന് വ്യത്യസ്തയാണ് കോഴിയിലെ തള്ളക്കോഴി. മാതാവിൻ്റെ കരുതലിലാണ് മക്കളുടെ സുരക്ഷിതത്വമെന്ന് അവൾ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 29ാമത്തെ ചോദ്യം നോക്കാം. സാമൂഹിക വൈകല്യങ്ങളെ പരസ്യ വിചാരണ നടത്തുകയാണ് ഗൗളിജന്മം എന്ന കഥയിലൂടെ ഗ്രേസി. കഥ വിശകലനം ചെയ്ത് സ്വാഭിപ്രായം എഴുതുക. സ്ത്രീ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ കഥകളിൽ ആവിഷ്കരിച്ച പ്രശസ്ത എഴുത്തുകാരിയാണ് ഗ്രേസി. പ്രമേയം കൊണ്ടും അവതരണ രീതി കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ചെറുകഥയാണ് ഗൗളിജന്മം. നഗരത്തിലെ ഒരു ആശുപത്രിയിൽ കഴിയുന്ന ഗൗളി ദമ്പതികളുടെ വീക്ഷണകോണിലൂടെയാണ് കഥ വികസിക്കുന്നത്. അപകടത്തിൽപ്പെട്ട് ആസന്ന മരണനായി കിടക്കുന്ന ഒരു യുവാവും അയാളുടെ കാൽക്കീഴിൽ ദുഃഖിതയായി ഇരിക്കുന്ന യുവതിയായ ഭാര്യയുമാണ് മറ്റു കഥാപാത്രങ്ങൾ. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്നുവരുന്ന സന്ദർശക ദുഃഖിതയായ യുവതിയുടെ ചുമലിൽ തട്ടുകയും നിനക്ക് ഇനിയും ജീവിതമുണ്ടെന്നും പ്രഗ്നൻ്റ് ആണെങ്കിൽ അബോർട്ട് ചെയ്യണമെന്നും ഉപദേശിക്കുന്നു. ഇത് കേട്ട് പെൺഗൗളി പ്രതിഷേധ സ്വരത്തിൽ ചിലയ്ക്കുന്നു. തുടർന്ന് ഡോക്ടറും സംഘവും വരുന്നത് കണ്ട് ആൺഗൗളി ക്ഷോഭത്തോടെ പറയുന്നുണ്ട്, ഇയാളാണ് ഈ യുവാവിനെ കൊലക്ക് കൊടുത്തത്. മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കാൻ റെഫർ ചെയ്യാത്തത് ഇയാളുടെ ഈഗോ മൂലമാണെന്ന്. തുടർന്ന് ആൺഗൗളി പൊൻകുന്നം വർക്കിയുടെ കിഷോരലാൽ എന്ന കഥാപാത്രത്തെക്കുറിച്ചും
ബുദ്ധനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. മുജ്ജന്മത്തിൽ താനൊരു കഥാകൃത്ത് ആയിരുന്നുവെന്നും ആൺകൗളി പറയുന്നുണ്ട്. മുജ്ജന്മത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലാത്തതിൽ പെൺകൗളി വിഷമിക്കുന്നു. പെട്ടെന്ന് മുറിയിൽ ഉയർന്ന നിലവിളിയിൽ നിന്ന് യുവാവ് മരിച്ചു എന്ന് തീർച്ചപ്പെടുത്തി. അയാളുടെ കുഞ്ഞിനെ അവൾ നശിപ്പിക്കുമെന്ന് അപ്പോൾ ആൺകൗളി പറയുന്നു. ഇത് കേട്ട് പെൺകൗളി യുവതിയുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് അറിയാൻ അവളുടെ ബാഗിലെ വസ്ത്രത്തിനുള്ളിൽ തിടുക്കത്തിൽ കയറിക്കൂടി. അവളുടെ തീരുമാനത്തിൽ ആൺകൗളി ഞെട്ടുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകേണ്ടവളാണ് നീ എന്ന് ആൺകൗളി പറയുന്നു. അതിന് ഏത് പെൺകൗളിക്കും കഴിയും. ഇത് താൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൺകൗളിയുടെ ജീവിതത്തിൽ നിന്ന് പെൺകൗളി അപ്രത്യക്ഷമാകുന്നു. സന്ദർശകയുടെ കടന്നുവരവും ഉപദേശവും അത് കേട്ട പെൺകൗളിയുടെ ചിലക്കലും എത്ര പുരോഗമിച്ചാലും അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്ന സമൂഹത്തെയും വൈകാരികത ചോർന്ന മനുഷ്യമനസ്സിനെയും അവതരിപ്പിക്കുന്നു. ഇന്നത്തെ മനുഷ്യൻ ഹൃദയത്തിനല്ല തലച്ചോറിനാണ് മുൻതൂക്കം നൽകുന്നത് എന്ന ആൺകൗളിയുടെ പ്രതികരണം ബന്ധങ്ങൾക്കിടയിൽ നഷ്ടമാകുന്ന വൈകാരികതയെയാണ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർമാരും ചികിത്സയും ഈ കഥയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കാൻ വിടാതെ അപകടത്തിലേറ്റ പരിക്കിനെ മാത്രമാണ് ചികിത്സിക്കുന്നത്. ചികിത്സാരംഗത്തെ മത്സരവും ഡോക്ടർമാർക്കിടയിലുള്ള ഈഗോയുമെല്ലാം ഗ്രേസി ഇവിടെ വിമർശന വിധേയമാക്കുന്നുണ്ട്. ആനഹന്തയെ പെൺകൗളി പല സന്ദർഭങ്ങളിലും ചോദ്യം ചെയ്യുന്നുണ്ട്. ബുദ്ധൻ്റെ ബോധോദയത്തെപ്പോലും പെൺകൗളി വിമർശിക്കുന്നു. സവിശേഷമായ ആഖ്യാന രീതിയിലുള്ള സമൂഹത്തിൻ്റെ പല മേഖലകളെയും പിടികൂടിയിരിക്കുന്ന അപജയങ്ങളെയാണ് ഗ്രേസി ഗൗളിജന്മം എന്ന കഥയിലൂടെ ശക്തമായി വിമർശന വിധേയമാക്കുന്നത്. ഇതോടെ ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ കേട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതിലുണ്ട്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.